welcome back to my channel. അപ്പോൾ ഇന്ന് ഞാനൊരു പ്രോഡക്റ്റിന്റെ റിവ്യൂ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇത് ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഒന്നുമല്ല, എന്നാൽ ഞാൻ പേഴ്സണലി യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു സ്മാർട്ട് വാച്ചിന്റെ റിവ്യൂ ആയിട്ടാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ നല്ലൊരു സ്മാർട്ട് വാച്ച് വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ, അതായത് ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും അടങ്ങിയിട്ടുള്ള നമുക്ക് അഫോർഡബിൾ പ്രൈസിൽ വാങ്ങിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്മാർട്ട് വാച്ച് വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങിക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇത് K17 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്മാർട്ട് വാച്ച് ആണ്. നമ്മളുടെ ആപ്പിൾ ലോഗോ വരുന്ന ഒരു സ്മാർട്ട് വാച്ച് ആണ്. അത് മാത്രമല്ല, നമ്മളുടെ ആപ്പിൾ സ്മാർട്ട് വാച്ചിന്റെ 7 സീരീസിൽ വരുന്ന സെയിം മോഡലിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു വാച്ച് വന്നിട്ടുള്ളത്. ഞാൻ അൺബോക്സ് ചെയ്തിട്ട് കാണിച്ചു തരാം. നമ്മുടെ ആപ്പിൾ സ്മാർട്ട് വാച്ചിന്റെ 7 സീരീസിൽ വരുന്ന സെയിം മോഡൽ തന്നെയാണ്. ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും അടങ്ങിയിട്ടുള്ള നല്ലൊരു സ്മാർട്ട് വാച്ച് ആണ്. അപ്പൊ ഈ ഒരു വാച്ച് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് Clikartstore എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓൺലൈൻ സ്റ്റോറിൽ നിന്നാണ് കേട്ടോ. അപ്പൊ അവരുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. നിങ്ങൾക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ അതുവഴി പർച്ചേസ് ചെയ്യാം. പിന്നെ അവരുടെ ഇൻസ്റ്റാഗ്രാം കൂടി ഞാൻ താഴെ മെൻഷൻ ചെയ്യുന്നുണ്ട്. കാരണം ഇതുപോലെ ഒരുപാട് നല്ല നല്ല പ്രോഡക്റ്റുകൾ ആ ഒരു ഇൻസ്റ്റാഗ്രാമിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് എങ്ങനെയാ വന്നിട്ടുള്ളത്, അതുപോലെ തന്നെ ഇതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ നോക്കാം. അപ്പൊ ഇതാ ഇതിന്റെ പാക്കേജിങ് ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇവിടെ വാച്ച് 7 എന്ന് എഴുതിയിട്ടുണ്ട്, ലൈറ്റ് ആയിട്ട് കാണുന്നുണ്ടാവും. വാച്ച് 7 എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മളുടെ വാച്ചിന്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. പിന്നെ വയർലെസ് ചാർജർ ആണെന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ബാക്കിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു വാച്ചിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള QR കോഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് സ്ക്രീൻ സൈസ് കൊടുത്തിട്ടുണ്ട്. 1.70 ഇഞ്ച് സ്ക്രീൻ ആണ് കേട്ടോ. അതും കളർ സ്ക്രീൻ ആണ്. അതുപോലെ തന്നെ വയർലെസ് ചാർജർ ആണ്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ, ബ്ലൂടൂത്ത് 4.0 ആണ്, അങ്ങനെ ഫുൾ ടച്ച് ആണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ഒരു പാക്കേജിങ്ങിന്റെ ബാക്കിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു പാക്കേജിങ് ഓപ്പൺ ചെയ്യാം. അപ്പൊ ഇതാ പാക്കേജിങ് ഓപ്പൺ ചെയ്യുമ്പോൾ വീണ്ടും നമുക്കൊരു ബോക്സ് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇത് ജസ്റ്റ് അതിന്റെ ഒരു കവർ മാത്രമാണ്. അതിന്റെ ഉള്ളിലാണ് നമുക്ക് ഈ ഒരു ബോക്സ് വന്നിട്ടുള്ളത്. ഇവിടെയും സ്മാർട്ട് വാച്ച് എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്കിത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു വാച്ചിൻ്റെ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. അതായത് ഡിവൈസ് സെപ്പറേറ്റ് ആയിട്ടും അതിൻ്റെ സ്ട്രാപ്പ് സെപ്പറേറ്റ് ആയിട്ടുമാണ് വന്നിട്ടുള്ളത്. ഇത് സ്ട്രാപ്പാണ് കേട്ടോ. ഞാൻ ബ്ലാക്ക് കളറിലാണ് സ്ട്രാപ്പ് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ എനിക്ക് ഈ ഒരു വാച്ചിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറയാൻ അറിഞ്ഞുകൂടാ. എന്നാലും എനിക്കിതിൽ കുറച്ച് കാര്യങ്ങൾ നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങൾ എനിക്ക് നന്നായിട്ട് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഈ ഒരു ബോക്സിൽ നമുക്ക് മാനുവൽ വരുന്നുണ്ട് കേട്ടോ. അതായത് ഈ ഒരു വാച്ച് എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുള്ള ഒരു മാനുവൽ വരുന്നുണ്ട്. പിന്നെ ഇതാണ് ഇതിൻ്റെ ചാർജർ. അതായത് വയർലെസ് ആയിട്ടുള്ള നമ്മളുടെ മാഗ്നറ്റിൽ വരുന്ന ഒരു ചാർജറാണ്. പിന്നെ ഈ ഒരു ഡിവൈസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ആപ്പിൾ വാച്ചിൻ്റെ 7 സീരീസിൽ വരുന്ന സെയിം മോഡൽ, സെയിം ഡിസൈൻ വാച്ചാണ് കേട്ടോ. അതായത് എഡ്ജ് ടു എഡ്ജ് ഡിസ്പ്ലേ ആണ്. അതും റെക്റ്റിന HD ഡിസ്പ്ലേ ആണ്. പിന്നെ സൈഡിലായിട്ട് സ്ക്രോളിംഗ് ബട്ടണും പവർ ബട്ടണും ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ സെൻസർ കാര്യങ്ങളും ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു വാച്ച് സ്ട്രാപ്പ് ആയിട്ട് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യാന്നുള്ളത് നോക്കാം. അതും സിമ്പിളാണ് കേട്ടോ. അതായത് ജസ്റ്റ് സ്ട്രാപ്പ് എടുത്തിട്ട് ഇതിൻ്റെ സൈഡിലായിട്ട് സ്ലൈഡ് ചെയ്തിട്ടാണ് ഇതിനോട് അറ്റാച്ച് ചെയ്യുന്നത്. ഇനി ഈ ഒരു വാച്ച് സ്റ്റാർട്ട് ചെയ്യാനാണെങ്കിൽ വാച്ചിൻ്റെ സൈഡിലായിട്ടൊരു പവർ ബട്ടൺ കാണാൻ പറ്റും. അത് ജസ്റ്റ് ഒരു 3 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പം നമ്മളുടെ വാച്ച് ഓപ്പൺ ആയി വരും. അപ്പോൾ ഓപ്പൺ ആയിട്ട് വരുമ്പോൾ തന്നെ അവിടെ ആപ്പിളിൻ്റെ ലോഗോ ഒക്കെ കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഈ ഒരു വാച്ചിൻ്റെ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഒരു സ്ക്രോളിംഗ് ബട്ടൺ ആണ് വന്നിട്ടുള്ളത്. അത് സ്ക്രോൾ ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു വാച്ച് യൂസ് ചെയ്യാം. അതിൻ്റെ താഴെ മൈക്കിൻ്റെ ഹോളാണ് കാണുന്നത്. അതിന് താഴെ ഒരു പവർ ബട്ടണും. പിന്നെ അടുത്ത സൈഡിൽ നോക്കുകയാണെങ്കിൽ സ്പീക്കറാണ്. അതും ഒരു സിംഗിൾ ഹോളിൽ വന്നിട്ടുള്ള സ്പീക്കറാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒറ്റ നോട്ടത്തിൽ ഈ ഒരു വാച്ചിൽ പറയാനുള്ളത്. പിന്നെ ഈ ഒരു വാച്ചിൻ്റെ സ്ക്രീൻ ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള ആ ഒരു സ്ക്രോളിംഗ് ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഈ ഒരു സ്ക്രോളിംഗ് ബട്ടൺ ഇതുപോലെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ വാച്ചിൻ്റെ ഫേസ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഇതിൽ ഒരു 25ഓളം സ്ക്രീനുകൾ വേറെ വേറെ ഉണ്ട് കേട്ടോ. അതിൽ നമുക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ചാൽ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി വാച്ചിൻ്റെ ഫേസ് ആയിട്ട്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് നമ്മളുടെ ഫോട്ടോസ് വേണമെങ്കിൽ അതും ഈ ഒരു വാച്ച് ഫേസ് ആയിട്ട് ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ ഈ ഒരു വാച്ച് നമുക്ക് സ്ക്രോൾ ചെയ്തിട്ടും അതുപോലെ തന്നെ സ്ലൈഡ് ചെയ്തിട്ടും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ മുകളിൽ നിന്ന് താഴേക്ക് സ്ലൈഡ് ചെയ്യുകയാണെങ്കിൽ കൺട്രോൾ സെൻറ്റർ കാണാൻ പറ്റും. അതിൽ ആദ്യത്തെ ഓപ്ഷൻ നമ്മളുടെ ഫോണായിട്ട് ഈ ഒരു ഡിവൈസ് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അടുത്തത് ബാറ്ററി ചാർജിങ്ങിൻ്റെയാണ് കാണിക്കുന്നത്. പിന്നെ ഈ ഒരു ഐ ബട്ടൺ എടുത്തു കഴിഞ്ഞാൽ എബൌട്ട് ആണ്. ഈ ഒരു വാച്ചിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്കിതിൽ കാണാൻ പറ്റും. അതായത് സീരീസ് 7 ആണ്, വേർഷൻ ഏതാണ് എന്നുള്ളതൊക്കെ ഇതിൽ കാണാൻ പറ്റും.
പിന്നെ അടുത്ത ഓപ്ഷൻ നമ്മൾ ഈ ഒരു വാച്ച് യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ആപ്പ് നമ്മൾ ഫോണിൽ ഡൗൺലോഡ് ചെയ്യണം. അത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള QR കോഡാണ്. പിന്നെ അടുത്തത് അലാറം. ഇതിൽ നമുക്ക് അലാറം സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് മെയിൻ മെനു സ്റ്റൈൽസ് ആണ്. ഇതിൽ നമുക്ക് 4 സ്റ്റൈൽസ് അവൈലബിൾ ആണ്. അതിൽ ഈ ഒരു 9 ആപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കിതുപോലെ 9 ആപ്പുകൾ ഒരുമിച്ച് കാണാൻ പറ്റും. അതുപോലെ ഇതിൽ വേറെയും ഒരുപാട് സ്റ്റൈൽസ് നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു 6 ഗൈഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ആപ്പുകൾ ഇതുപോലെ 6 എണ്ണം ഒരുമിച്ച് വരും. ഇനി ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് സ്ലൈഡ് ചെയ്യുന്ന സമയത്ത് സ്പോർട്സ് മോഡ് കാണാൻ പറ്റും. അതായത് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഒരുപാട് വർക്കൗട്ടുകളുടെ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നമ്മൾ എത്ര കലോറീസ് ബേൺ ചെയ്യുന്നുണ്ട്, എത്ര വർക്കൗട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. ഇനി റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് സ്ലൈഡ് ചെയ്യുമ്പോഴാണ് ബാക്കി ആപ്പുകളൊക്കെ കാണാൻ പറ്റുന്നത്. ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഇത് സ്ലീപ്പിംഗ് മോഡാണ്. നമ്മൾ എത്ര ഉറങ്ങുന്നുണ്ട് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ഈ ഒരു ടൈമിൽ എനിക്ക് നന്നായിട്ട് യൂസ്ഫുൾ ആവുന്നുണ്ട് കേട്ടോ. നമ്മളുടെ ഉറക്കം കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ സ്റ്റോപ്പ് വാച്ച്, സെഡൻട്രി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ടൈം ഒരേ ഇരിക്കുകയാണെങ്കിൽ ഈ ഒരു വാച്ച് നമ്മളെ റിമൈൻഡ് ചെയ്യും നമ്മൾ കുറേ നേരമായിട്ട് ഇരിക്കുകയാണ് എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എത്ര നടക്കുന്നുണ്ട്, അപ്പോൾ നമ്മളുടെ എത്ര കലോറീസ് ബേൺ ചെയ്ത് എന്നുള്ള കാര്യങ്ങളും ഒക്കെ ഈ ഒരു വാച്ചിൽ അറിയാൻ പറ്റും. പിന്നെ സെറ്റിങ്സിലും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതായത് സൗണ്ട്, വോളിയം, ഡിസ്പ്ലേ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഫോണായിട്ട് കണക്ട് ചെയ്യാനുള്ള QR കോഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അലാറം സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹിസ്റ്ററീസ് അറിയാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഫൈൻഡ് മൈ ഡിവൈസ്, അതുപോലെ തന്നെ ബ്ലൂടൂത്ത് മ്യൂസിക്കും ബ്ലൂടൂത്ത് ക്യാമറയും ഈ ഒരു വാച്ചിൽ അവൈലബിൾ ആണ്. പിന്നെ കോൾ ലോഗ് ചെക്ക് ചെയ്യാം. അതായത് നമ്മളുടെ ഫോൺ കുറച്ച് ദൂരമൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ ഒരു വാച്ച് ഫോണായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വരുന്ന നോട്ടിഫിക്കേഷൻസ്, മെസ്സേജസ്, അതുപോലെ തന്നെ കോൾ ലോഗ് ഇതൊക്കെ ഈ ഒരു വാച്ച് യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ വോയിസ് റെക്കോർഡർ അവൈലബിൾ ആണ്. ഫയൽ മാനേജർ അവൈലബിൾ ആണ്. പിന്നെ ഈ ഒരു വാച്ചിൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടാനും കുറയ്ക്കാനും അതുപോലെ തന്നെ ഇതിൻ്റെ വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനും ഒക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ നമ്മളുടെ ഫോൺ കയ്യിലില്ലെങ്കിലും ഈ ഒരു വാച്ച് നമ്മളുടെ ഫോണായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന കോൾസ് ഒക്കെ ഈ ഒരു വാച്ച് വഴി നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളുടെ ഫോണിലുള്ള ഫോൺ ബുക്ക് ഈ ഒരു വാച്ചിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആരെങ്കിലും കോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ കോൺടാക്റ്റ് ലിസ്റ്റ് ഇതിൽ കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഡയൽ ചെയ്തിട്ടും ആരെങ്കിലും കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പിന്നെ നമ്മളുടെ ഹാർട്ട് ബീറ്റ് നോർമൽ ആണോ എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ കാൽക്കുലേറ്റർ, കലണ്ടർ, അങ്ങനെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും അടങ്ങിയിട്ടുള്ളതാണ് ഈ ഒരു സ്മാർട്ട് വാച്ച്. പിന്നെ ഇതിൻ്റെ ചാർജർ നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വയർലെസ് ആയിട്ടുള്ള ചാർജറാണ്. അത് മാഗ്നറ്റ് വരുന്ന ചാർജറാണ് കേട്ടോ. നമ്മളുടെ വാച്ചിൻ്റെ ബാക്ക് സൈഡിലേക്ക് ഇങ്ങനെ വെക്കുമ്പം തന്നെ അത് മാഗ്നറ്റ് ആയിട്ട് അവിടെ കണക്റ്റ് ആയിട്ട് നിന്നോളും. അപ്പം നമുക്ക് സിമ്പിളായിട്ട് ചാർജ് ചെയ്യാനും പറ്റിയിട്ടുള്ള ഒരു ചാർജറാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സ്മാർട്ട് വാച്ചിൽ വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു വാച്ച് നമ്മൾ ഒരു തവണ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 2 ദിവസം വരെ നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇത്രയ്ക്കും ഫീച്ചേഴ്സ് അടങ്ങിയിട്ടുള്ള നല്ല അടിപൊളി ഒരു സ്മാർട്ട് വാച്ചാണ്. നിങ്ങൾക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഇന്ത്യയിൽ എവിടെയാണെങ്കിലും 7 ദിവസത്തിനുള്ളിൽ ഈ ഒരു പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.